ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ബൈബിൾ മെസ്സേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ കുറിവാക്യം ഇതാണ്. സങ്കീർത്തനം 86-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യമാണ്. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിച്ചേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചുവല്ലോ എന്നാണ്. അപ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത് കേട്ടോ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. വിവിധ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നിന്നും ഒരു നന്മയുടെ അടയാളം പ്രാപിക്കുന്നതിനായി ദൈവമക്കൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം കൂടിയാണിത്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റനേകർക്കും നന്മയുടെ അടയാളങ്ങൾ ദൈവം നൽകി ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കേണ്ടതിനും ഈ അടയാളങ്ങൾ ലഭിക്കുന്നു. കുടുംബത്തിലും സമൂഹത്തിലും നമ്മെ പകയ്ക്കുന്നവരുടെ മുമ്പിലും ഈ അടയാളങ്ങൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ മുഖമുദ്രയായി നിലകൊള്ളുന്നു. അപ്പോൾ ശത്രുവിനെ ജയിക്കുന്ന അടയാളം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശത്രുവിനെ ജയിക്കുന്ന അടയാളം. ദാവീദ് തിരഞ്ഞെടുപ്പ് രാജസ്ഥാനത്തേക്കുള്ള നിയോഗവും വളരെ അപ്രതീക്ഷിതവും ദൈവാത്മ നിയന്ത്രിതവുമായിരുന്നു. ശൗമേൽ അഭിഷേക തൈലവുമായി ഈശായുടെ ഭവനത്തിലെത്തിയപ്പോൾ ദാവീദിൻ്റെ മാതാപിതാക്കൾക്ക് പോലും അവനെ രാജസ്ഥാനത്തിലേക്ക് പരിഗണിച്ചിരുന്നില്ല. കാട്ടിൽ ആടുമേയ്ക്കുന്ന ഒരു ബാലനെ ആരും ഓർക്കാതെയും ഗൗനിക്കാതെ ഇരുന്നപ്പോഴും ദൈവത്തിൻ്റെ അവനെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ദാവീദിനെ ശൗമേൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തെങ്കിലും വീണ്ടും ആടുമേയ്ക്കുന്നവനായി കാട്ടിലേക്ക് പോകാനായിരുന്നു ദാവീദിനെ നിയോഗിച്ചത്. പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച് ദാവീദ് തൻ്റെ അഭിഷേകത്തെക്കുറിച്ചോ രാജപദവിയെക്കുറിച്ചോ ഒരു വാക്കുപോലും പറയാതെ ആടുകളുമായി കാട്ടിലേക്ക് യാത്രയായി. മുൻകാലത്തേതിൽ നിന്നും ഒരു വ്യത്യാസം മാത്രമേ അവനിലുണ്ടായിരുന്നുള്ളൂ. അഭിഷേക തൈലം വീണതോടൊപ്പം യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ദാവീദ് തൻ്റെ കിന്നരവുമായി ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞുകൂടി. ദൈവം നൽകിയ അഭിഷേകം തക്ക സമയമാകുമ്പോൾ അധികാരലബ്ധിയോടെ ഇസ്രായേലിന് വെളിപ്പെടുമെന്ന ബോധ്യവും ദാവീദിനുണ്ടായിരുന്നു. അക്കാര്യം ഉറപ്പിച്ച നൽകുന്നതിന് മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി. ഒരിക്കൽ ഒരു കരടിയും ദാവീദിനെ ആക്രമിക്കുവാൻ വന്നു. സിംഹത്തെയും കരടിയെയും താടിക്ക് പിടിച്ച് അടിച്ചു കൊല്ലുവാൻ ദാവീദിന് കഴിഞ്ഞു. 1 ശമൂവേലിൻ്റെ 17-ാമത്തെ അധ്യായത്തിലെ 34-35 വാക്യങ്ങൾ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. തൻ്റെ മാനുഷ്യ ശക്തി കൊണ്ട് അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിന് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ആ ശക്തി പ്രാപിച്ചത്. ദൈവം നൽകിയ അടയാളമായിരുന്നു ഈ വിജയങ്ങൾ. തൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം ഗ്രഹിക്കുവാൻ ഈ സംഭവങ്ങൾ സഹായമായി. അഭിഷേകവും ദൈവശക്തിയും ലഭിച്ചവർ ഒരു കാലത്തേക്ക് ഒതുങ്ങിയിരിക്കേണ്ടി വന്നേക്കാം. ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്ന ബോധ്യം ഭവനത്തിലുള്ളവർക്ക് ലഭിച്ചാലും അഭിഷക്തന്മാരുടെ സ്വാതന്ത്ര്യം കൊണ്ട് അടങ്ങിപ്പാർക്കുമ്പോഴും അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനുള്ള മുഖാന്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചില അടയാളങ്ങളിലൂടെ ദൈവിക നിയോഗം ഉറപ്പിച്ചു തരും. അവസരം വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മതി. മല്ലനായ ഗോലിയാത്ത്. ഇസ്രായേൽ മക്കൾക്ക് ഒരു ഭയമായിരുന്നു ഈ മല്ലനായ ഗോലിയാത്ത് എന്ന് വെച്ചാൽ ഭയങ്കര അതികായകനായിരുന്നു. വളരെ ആർക്കും എതിർത്ത് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിരകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഭീഷണിയുമായി നിൽക്കുമ്പോൾ ദാവീദിൻ്റെ പിതാവ് അയച്ചത് യുദ്ധത്തിന് പോയ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുന്നതാണ്. പിതാവ് പറഞ്ഞു, മോനെ, നീ കാട്ടിലൊക്കെ പോയി ആടിനെയൊക്കെ നോക്കിയിട്ട് നീ വന്നിട്ട് നിൻ്റെ സഹോദരന്മാരൊക്കെ ക്ഷേമമായിരിക്കുന്നു എന്ന് നോക്കിയിട്ടൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് അവനെ കാട്ടിലോട്ട് അയച്ചതാണ്. മരുഭൂമിയിലേക്ക് അയച്ച ആടുകൾ മേയുന്ന സ്ഥലത്തേക്ക് അയച്ചതാണ്. എന്നാൽ ദൈവം അവിടെയും ദാവീദിന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. ദാവീദ് രഹസ്യമായി നൽകിയ അടയാളത്തിൻ്റെ പിൻബലത്തിൽ അവൻ്റെ അഭിഷേകം പരസ്യമായി വെളിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി.
ആയുധധാരിയും ശക്തനുമായ മലനെ തോൽപ്പിക്കുന്നതിന് ദാവീദിന് ഒരു കവണയിൽ തൊടുത്ത ഒരൊറ്റ കല്ല് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. സിംഹത്തെയും കരടിയെയും കൊന്നതുപോലുള്ള ബലപ്രയോഗം വേണ്ടി വന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? ഒരു കവണിയിൽ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങൊറ്റ ഏറാണ് എറിഞ്ഞത്. അപ്പോഴത്തേക്ക് അവൻ താഴെ വീണു മരിച്ചുപോയി. അപ്പം ആ ഭയങ്കരമായ ഒരു അഭിമാന നിമിഷമായിരുന്നത് അല്ലേ. എല്ലാവരും പാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറയത്തക്ക വിധ പ്രശസ്തമായ വിജയമാണ് അവിടെ ലഭിച്ചത്. രാജസ്ഥാനത്തിലേയിരുന്ന ശൗല് അനിഷ്ടത്തിനും കണ്ണുകടിക്കും പാത്രമാകാൻ ദാവീദിന് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. അന്നു മുതലാണ് ദാവീദ് രാജാവിൻ്റെ മേൽ ഈ ശൗലിന് അസൂയയും പകയും വിദ്വേഷമൊക്കെ തുടങ്ങിയത്. അപ്പം അതിൽ അനേക പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നെങ്കിലും ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിലകൊണ്ട് ദാവീദ് ദൈവം മേൽക്കുമേൽ ഉയർച്ച നൽകി അവൻ്റെ രാജ്യത്വം അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രതിസന്ധിയിൽ ധൈര്യം നൽകുന്ന ഒരു അടയാളമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം 36 തൊട്ട് 40 വരെയുള്ള അധ്യായങ്ങളാണ്. ഇസ്രായേൽ മക്കൾ മിദ്യാനർ നിമിത്തം വളരെ കഷ്ടം അനുഭവിക്കുകയും വിളവുകളുടെ ഫലം പോലും അനുഭവിക്കാൻ കഴിയാതെ ഒരു ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തപ്പോഴാണ് പരാക്രമശാലിയായ ഗിദെയോൻ രംഗപ്രവേശനം ചെയ്തത്. ഗിദെയോൻ്റെ ലക്ഷ്യം തൻ്റെ അധ്വാനഫലം ശത്രു കൊണ്ടുപോകാതെ ശേഖരിക്കുമെന്ന് മാത്രമായിരുന്നു. എന്നാൽ ദൈവം അവനെ ഇസ്രായേലിന് മുമ്പിൽ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സ്വയം സമർപ്പിതമായ ഗിദെയോൻ അന്യാരാധനയെ തച്ചുടയ്ക്കുകയും ദൈവിക ആലോചന ജനത്തെ സംഘടിപ്പിച്ച മിദ്യാന്യരോട് യുദ്ധത്തിന് തയ്യാറാക്കുകയും ചെയ്തു. യുദ്ധസമയമായപ്പോൾ ഗിദെയോൻ ഒരു പരിഭ്രമം, താൻ ജയിക്കുമോ ഉറപ്പിനായി അവൻ ദൈവത്തോട് ഒരു അടയാളം ചോദിച്ചു. രോമമുള്ള ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുകയും രാത്രിയിൽ മഞ്ഞ് പെയ്ത് തോൽ മാത്രം നനയുകയും നിലം ഉണങ്ങിക്കാണുകയും വേണമെന്നായിരുന്നു ആദ്യത്തെ വ്യവസ്ഥ. ദൈവം അതിന് പ്രകാരം പ്രവർത്തിച്ചതിനാൽ പിറ്റേന്ന് രാവിലെ മഞ്ഞുവെള്ളം ഒരു കിണ്ടിയാണ് പിഴിഞ്ഞെടുത്തത്. എന്നാൽ ഗിദെയോൻ ഉറപ്പായിട്ടില്ല. തോൽ കൊണ്ട് വീണ്ടും ഒരു പരീക്ഷണം കൂടി നടത്തി. ഈ തവണ തോൽ മാത്രം ഉണങ്ങിയിരിക്കുകയും നിലമെല്ലാം മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുകയും വേണമെന്നായിരുന്നു ആ വ്യവസ്ഥ. ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കാണിച്ചപ്പോൾ ഗിദെയോൻ യുദ്ധത്തിന് തയ്യാറായി. കണ്ടു, ദൈവം ഉപയോഗിക്കുന്നവരെ അവർ എന്ത് ചോദിച്ചാലും നടപ്പാക്കി കൊടുത്ത് തൃപ്തരാക്കി നടത്തുകയാണ് ദൈവിക പദ്ധതി. നാം എന്ത് യാചിച്ചാലും ദൈവം നൽകും എന്നുള്ളതാണ് എന്നും യാചിക്കുവാനുള്ള ഒരു ലൈസൻസ് അല്ല. പലപ്പോഴും ദൈവം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ മാത്രം നിയോഗിക്കപ്പെട്ട ആളാണ് സങ്കുചിത മനോഭാവം നമ്മെ ഭരിക്കുന്നത്. അത് ശരിയല്ല. വിശ്വാസം വളർത്തുവാനും ദൈവിക പദ്ധതി ഉപയോഗിക്കുവാനും അടയാളങ്ങൾ ദൈവകരങ്ങളിൽ വിധേയപ്പെടുവാനും മാത്രമാണ് വേണ്ടത്. അധ്വാനങ്ങൾ നമ്മളെ ശത്രു പിടിച്ചെടുത്താതെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അനുവദിക്കാതെ കവർന്നെടുക്കുകയും ചെയ്യുമ്പോഴാണ് പരാക്രമശാലികളായി ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ ഫലം കൊയ്യണം എന്ന സഹായത്തിനായി ആരും വന്നില്ലെങ്കിലോ ഭീതിയുടെ നിഴലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായാലും ഭയപ്പെട്ട് പിന്മാറാതെ ശത്രുവിനെ ജയിക്കുവാൻ ദൈവം നൽകുന്ന അടയാളങ്ങളുടെ പിൻബലത്തിൽ ധീരമായിട്ട് മുന്നേറാം. അതാണ് ഗിദെയോന് കൊടുത്ത അടയാളം. ദാവീദിന് കൊടുത്തു, ഗിദെയോന് കൊടുത്തു. പിന്നെ ഇനി അടുത്തത് നമുക്ക് അടയാളമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കുടുംബത്തിന് ഉദാഹരണമാകുന്ന ഒരു അടയാളം. യോശുവയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1 തൊട്ട് 1:6 ഇനി 22 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നമുക്കിത് പ്രകടമായി കാണാൻ പറ്റും. എരീഹോ പട്ടണം ഉറ്റുനോക്കുവാനായിട്ട് പോയ രഹാബ് എന്ന വേശ്യ തൻ്റെ ഭവനത്തിൽ ഒളിപ്പിച്ച് രക്ഷപ്പെടുത്തുകയും അവളുടെ വീടിൻ്റെ കിളിവാതിക്കൽ അടയാളമായി കെട്ടിയ ചുവപ്പ് നൂൽ വഴി തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമാകുകയും ചെയ്ത സംഭവമാണ് ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആ പ്രതിസന്ധിയിൽ തൻ്റെ കുടുംബത്തെയും നിലഭദ്രമാക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ച് ബുദ്ധിമതിയായ സ്ത്രീയാണ് രഹാബിൽ നമുക്ക് ദർശിക്കുവാൻ പറ്റുന്നത്. ഇസ്രായേൽ ജനതയെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചതും അത്ഭുതങ്ങളിലൂടെ വഴി നടത്തിയത് പറഞ്ഞ് എരീഹോ പട്ടണക്കാരുടെ മേൽ അവരെക്കുറിച്ചുള്ള ഭീതി വീണതിനാൽ ദേശത്തിലെ നിവാസികളെല്ലാവരും
അവരുടെ നിമിത്തം ഉരുകിയിരിക്കുന്ന സമയത്തിലാണ് ഉറ്റുനോക്കാൻ വന്നവർ രഹാബിൻ്റെ വീട്ടിലെത്തിയത്. യോശുവയുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ 9 തൊട്ട് 9, 10, 11 അധ്യായങ്ങൾ വാക്യങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. ദൈവം ആ പട്ടണം നിവാസികളെയും ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കുകയും ആ ദേശം കൈവശമാക്കുകയും രഹാബിന് മനസ്സിലായി. അപ്പോൾ തനിക്കും കുടുംബത്തിന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം ഉറ്റുനോക്കുന്നവർ നിന്നവരുടെ പ്രീതി സമ്പാദിക്കുകയും അവരെ പ്രീതി സമ്പാദിക്കുകയും അവരെ ജീവൻ രക്ഷിക്കുകയും മാത്രമാണെന്നാണ് അവൾ ആഗ്രഹിച്ചത്. രാജാവിൻ്റെ ആളുകൾ ഒറ്റുകാരെ അന്വേഷിച്ച് രഹാബിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവരെ രക്ഷിക്കുന്നതിന് സാഹസം കാട്ടുവാൻ അവൾ തയ്യാറായത് ഉറ്റുനോക്കുവാൻ വന്നവരോട് പ്രതിബന്ധിത കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ ആയിരുന്നില്ല. പ്രത്യുത തൻ്റെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ശ്രമമായിരുന്നു. കിളിവാതിൽ കൂടി അവരെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് അവൾ ഉന്നയിച്ച വ്യവസ്ഥയിൽ നിന്നും ഈ കാര്യം ബോധ്യമാവുന്നു. രഹാബിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ഭീതി നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങൾ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങളും എൻ്റെ പ്രതിഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മ എൻ്റെ സഹോദരികളെ അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളെ ജീവൻ്റെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പാക്കുകയും ഒരു ലക്ഷ്യം തരികയും വേണം. യോശുവയുടെ പുസ്തകത്തിൽ 2 അധ്യായത്തിൽ 9 തൊട്ട് 13 വരെയുള്ള അധ്യായങ്ങൾ ഇത് പറയുന്നുണ്ട്. രഹാബിൽ ദർശിക്കുന്ന ഏറ്റവും വലിയ ഗുണവിശേഷം അവൾ തൻ്റെ കുടുംബങ്ങളിലെ അവൾക്കുള്ള സകലത്തെയും കരുതിയെന്നതാണ്. ആപത്തുണ്ടാകുമ്പോൾ അങ്ങനെയും സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ തത്രപ്പെടുന്നതിനിടയിൽ കുടുംബാംഗങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നവർ ചുരുക്കമാണ്. എന്നാൽ രഹാബ് സ്വന്തം ജീവനെപ്പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും സുരക്ഷിതയാണ് ഉറപ്പാക്കിയത്. രക്തബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെയും സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥരായി ജീവിക്കുകയും ചെയ്യുന്നവർ രഹാബിൻ്റെ ഈ പ്രവൃത്തി കുറികൊള്ളേണ്ടതാണ്. ഒറ്റുനോക്കാൻ വന്നവരും ധൈര്യം വിശ്വാസവും വളർത്തുന്ന രഹാബിൻ്റെ വാക്കുകൾ ഉത്ബോധകരമായി ഉറ്റുനോക്കുകാർക്ക് രക്ഷപ്പെടുവാൻ മുഖാന്തരമായ കിളിവാതിൽ തന്നെ ചുവപ്പുനൂൽ കെട്ടി അടയാളം വെച്ചു. രഹാബിനും കുടുംബത്തിനും രക്ഷയ്ക്ക് നിദാനമായി ജീവപര്യന്തരം ഇസ്രായേൽ മക്കളോടൊപ്പം പാളയത്തിന് പുറത്ത് നിർഭയമായി വസിക്കാൻ വിധത്തിലുള്ള ക്രമീകരണമാണ് യോശുവ അവൾക്ക് ചെയ്തു കൊടുത്തത്. രഹാബിനെ പോലെ ആത്മീയ ഭാവി ഭദ്രമാക്കുവാൻ കഴിയുന്ന ക്രിസ്തീയ വനിതകൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവവചനം സത്യമാണെന്നും ദൈവരാജ്യം സ്ഥാപിതമാണെന്നും ഗ്രഹിച്ചാൽ ജീവൻ പണയം വെച്ചാലും രക്ഷയുടെ അടയാളം കരസ്ഥമാക്കും. കുടുംബത്തിലെ സമൂഹത്തിലെയും തന്മൂലം നേരിടുന്ന ഒറ്റപ്പെടലുകളെ അവർ ഗണ്യമാക്കുന്നില്ല. മറ്റാർക്കുമില്ലാത്ത ചുവപ്പ് നൂൽ രഹാബിനെ വ്യത്യസ്തയാക്കിയതുപോലെ ദൈവവചനം ഗ്രഹിച്ച് കൽപ്പനകളെ അനുസരിച്ച് സഹോദരിമാർ ദൈവരാജ്യത്തിൽ പ്രത്യേക പരിഗണനയും സ്ഥാനവും നേടി മാനിക്കുകയും സത്യം ഗ്രഹിച്ചും അഭിമാനത്തെയും കുടുംബാംഗ ശ്രേഷ്ഠതയും കരുതി മടിച്ചു നിന്നാൽ നിത്യമായ നാശമായിരിക്കും ഫലം. നമ്മെ പകയ്ക്കുന്നവരെ ലജ്ഞിപ്പിക്കേണ്ടതിന് ദൈവം യഥാസമയങ്ങൾ നന്മയുടെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കും. നമ്മളെ പലരും പകയ്ക്കും, നമ്മളെ ലജ്ഞിപ്പിക്കും, എല്ലാ വാക്കുകൾ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തും, പല രീതിയിലും നമ്മളെ അപമാനിക്കും, പലരുടെ മുമ്പിൽ നമ്മളെ താത്തിക്കെട്ടും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ പകയ്ക്കുന്നവരെ ലജ്ഞിപ്പിക്കേണ്ടതിന് ദൈവം യഥാസമയങ്ങൾ നന്മയുടെ അടയാളം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ശത്രുവിന്മേലുള്ള വിജയമോ പ്രതിസന്ധികൾ ധൈര്യപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിയോ ചുറ്റുപാടുമുള്ളവർക്ക് ഭീതിയും ഭീഷണിയും ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കുന്ന അടയാളമായ നമുക്ക് ദർശിക്കാനാവും. ഇവിധം അനുഗ്രഹീതമായ ഒരു അനുഭവം ദൈവപൈതലിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കുള്ള ഏറ്റവും വലിയ മേൽക്കോയ്മയും നമ്മുടെ ജീവിതവും നന്മയുടെ അടയാളങ്ങളിൽ സമർത്ഥമാകട്ടെ. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം നമുക്ക് ഓരോ അടയാളങ്ങൾ തരും. അടയാളത്തിൽ കൂടി നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് നമ്മുടെ ജീവിതം നന്മയുടെ അടയാളങ്ങളാൽ സമർത്ഥമാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഈ ബൈബിൾ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. അപ്പോൾ
എൻ്റെ വാക്കുകൾ ചുരുക്കാൻ സമയമാകുന്നു. നമ്മളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, നമ്മളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ യഹോവേ എന്ന് നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിക്കുന്നുവല്ലോ എന്ന് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പോലെ നമുക്കും നമ്മുടെ പ്രതിസന്ധികളെയും നമ്മളെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ അവരെ ലജ്ജിപ്പിക്കേണ്ടതിന് നമുക്കൊരു അടയാളം തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണേ യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. Have a wonderful day. Bye bye. Thanks for watching my video.